റെഡിമെയ്ഡ് പോലെ നെക്ക് തയ്ക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്ത. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ക്യാൻവാസിനെയൊക്കെ എങ്ങനെ തയ്ക്കാം എന്നുള്ളതാണ്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയാന്ന് ചോദിച്ചാൽ കറക്റ്റ് ഒട്ടും അറിയത്തില്ലാത്തവർ, അല്ലാതെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ നോക്കിയിട്ട് ഈ എന്നൊന്നും വെച്ചേക്കല്ലേ, ഒട്ടും അറിയത്തില്ല ക്യാൻവാസിനൊക്കെ തയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ്. ഇതാണ് ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസാണിത്. പലതരം ക്യാൻവാസ് ഉണ്ട്, തുണിയിലുള്ള ക്യാൻവാസ് ഉണ്ട്, കട്ടി കൂടിയതുണ്ട്. പക്ഷേ ചുരിദാറിനൊക്കെ നമുക്ക് ഇത് ധാരാളം മതിയാവും, ഇതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. അപ്പം ഇത് ഞാൻ നിങ്ങൾക്കെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചുരിദാർ മാത്രം തയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 മീറ്റർ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കൊരു 5-6-7 എണ്ണത്തിന് തയ്ക്കാൻ കിട്ടും 1/2 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശത്തുനിന്നും ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം കോളറിനൊക്കെ തയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തേക്കാം. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ തുടങ്ങാം. അപ്പോൾ എത്ര അളവ് വേണം എന്നുള്ളതാണ്. നമ്മുടെ നെക്കിന് 6.5 ഇഞ്ച് ഇറക്കമല്ലേ, അപ്പോൾ അതിനുള്ളൊരു 1.5 ഇഞ്ചൂടെ കൂട്ടി 6.5, 1, 7, 8 അല്ലെ 9, മാക്സിമം ഒരു 9 ഇറക്കവും വിഡ്ത്ത് ഒരു 10 ഇഞ്ചും ഉള്ള അത്രയും പേപ്പർ നമുക്ക് കിട്ടിയാൽ മതി ക്യാൻവാസ്. അപ്പം ഞാൻ ഈ ഭാഗം എടുത്തേക്കുന്നത്, ഈ ഭാഗത്തുനിന്ന് കണ്ടല്ലോ. അപ്പോൾ ഓർക്കുക, വിഡ്ത്ത് എനിക്കൊരു 5, 5, 5, 10, താഴേക്കും ഒരു 10 ഇഞ്ച് എടുത്തു, 10, 9 ആളിലും മതി. പക്ഷെ മസ്റ്റായിട്ട് ആദ്യം ചെയ്യേണ്ടത് പിൻ കുത്തണം, അത് മറന്നേക്കല്ലേ. എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ അകലം എടുക്കുന്നു. ഞാൻ 3.25 എടുക്കുന്നത്. പക്ഷേ ഓർക്കണം, 3.25 എടുത്താൽ 3.25 തന്നെയായിരിക്കും, അത് 3.5, 3 മാറുകയല്ല, കറക്റ്റ് 3.25 തന്നെയായിരിക്കും തയ്ച്ച് കിട്ടുമ്പോഴും. ഇറക്കം 6.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ നെക്കുകളിലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അതങ്ങ് വരച്ചെടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനങ്ങ് കാണിക്കാം. ഞാനൊരു ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് കഴുത്തിന് ഷേപ്പ് കൊടുക്കുന്നു. ഇത് വേണം നിർബന്ധമുണ്ടോ? ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ കൈ കൊണ്ട് വരച്ചാലും മതി. ഞാനിത് ഉപയോഗിച്ച് യൂനെക്കാണ് ഏറ്റവും എളുപ്പം, യൂനെക്കാണ്, അതുകൊണ്ടാണ് യൂനെക്ക് ആദ്യം കാണിക്കുന്നത്. എന്നിട്ട് നമുക്കിനിയും ഈ ഇപ്പം വരച്ച കഴുത്തിൽ നിന്നും 1 ഇഞ്ച് അകലത്തിൽ നമുക്ക് ചുറ്റിനും ആ കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ ചുറ്റിനെടുക്കണം. അതെന്തിനാ? അതാണ് നമ്മൾ ക്യാൻവാസായിട്ട് തയ്ച്ച് എടുക്കുന്നത് കേട്ടോ. ക്യാൻവാസായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്ന ഇതാണ്. അതിനുവേണ്ടി കറക്റ്റ് 1 ഇഞ്ച് മതിയെ. ചുരിദാറിന് 1 ഇഞ്ച് കൂടുതൽ വൃത്തികേടാം. 1 ഇഞ്ച് കറക്റ്റ് എല്ലാ ഭാഗത്തുനിന്നും 1 ഇഞ്ച് അളന്നെടുത്തു. എന്നിട്ട് നമുക്ക് ആ പോയിന്റുകളെല്ലാം കൂട്ടിച്ചേർക്കാം. കറക്റ്റായിട്ട് അതിനെല്ലാം ഒന്ന് കൂട്ടിച്ചേർക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിന്ന് പേനായ എടുത്ത് ചോക്ക് എടുക്കാതെ, ചോക്കിന് കട്ടി കൂടുതലാണേ. എന്നിട്ട് നമുക്കിനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പം വരച്ച കണ്ടോ, ഈ മുകളിൽ നമുക്കൊരു 1/2 ഇഞ്ചിൽ കുറയാതെ അകലത്തിൽ ഇതുപോലൊരു ലൈൻ കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാവേ. എന്നിട്ട് കൃത്യമായിരിക്കണം, നമ്മൾ ആ വരച്ചിരിക്കുന്ന വരയിലൂടെ കറക്റ്റ് ഈ ഷേപ്പിൽ വെട്ടാൻ പഠിക്കണേ. പലപ്പോഴും ഞാൻ പോലും വെട്ടുമ്പോൾ അറിയാതെ ഇതങ്ങ് വിട്ടുപോകും. മേളത്തെ ബ്രിഡ്ജ് ഓർക്കത്തില്ല, ചിലപ്പം ബ്രിഡ്ജ് വരച്ച് വെച്ചാൽ പോലും നേരെ അങ്ങ് വെട്ടിപ്പോകും. പണ്ട് അങ്ങനെ ശീലിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾ തുടക്കക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ശീലിക്കണം കേട്ടോ. ഞാൻ കഴുത്ത് തുറന്ന് കാണിക്കാവേ. ഇതാണ് ഈ മേൽവശത്തെ ഞാൻ 1/2 ഇഞ്ച് ഇട്ടില്ലേ, അതിനെ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ബ്രിഡ്ജ് അതെന്തിനാണെന്നറിയാവോ? കഴുത്തിൻ്റെ അകലം തുറന്നു പോകാതിരിക്കാൻ. ആ ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്നെ സംഭവിക്കും, നമ്മൾ തുണിയിലോട്ട് വെക്കുമ്പോൾ 2 അറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 3.25 ചിലപ്പോൾ 3.5 ആകും, 4 ആയിരിക്കും. അതുണ്ടാകാതിരിക്കാൻ. ഇനി ഈ ക്യാൻവാസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ക്യാൻവാസിൻ്റെ ഒരു വശത്ത് നല്ല മിനുമിനാന്നിരിക്കും, അതായത് ഒരു പശയത്. ആ ഭാഗം വേണം തുണിയിലോട്ട് ഫേസ് ചെയ്ത് വരാനായിട്ട്. തുണിക്ക് അഭിമുഖമായിട്ട് വെക്കുന്ന ഈ പശയുള്ള ഭാഗമാണ്. എന്നിട്ട് നമുക്ക് തേച്ചെടുത്താൽ നല്ല ഫിക്സായിട്ട് ഇരിക്കും. അതിന് നമുക്ക് ഒരു തുണി വേണം. നമുക്കിനി ചുരിദാറിൻ്റെ മിച്ചമുള്ളത് ഏത് നൈറ്റി ബിറ്റ് അല്ലാത്ത ഏത് തുണി കൊണ്ട് ചുരിദാർ തയ്ച്ചാലും മിച്ചം കിട്ടും. അതും നമുക്കൊരു 10-ന് 10, 10-ക്ക് 10 അല്ലേ എടുത്തിട്ട് അതിലിട്ട് നമ്മൾ ഈ പശയുള്ള ഭാഗം ചേർത്ത് വെച്ചിട്ട് നല്ല പോലെ ചൂടായ അയൺ ബോക്സ് വെച്ച് നമുക്കൊന്ന് തേച്ചെടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റിനുമുള്ളത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കളയണം. ആ 1/2 ഇഞ്ച് നമുക്ക് ഈ ക്യാൻവാസിലേക്ക് വെച്ച് തയ്ക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കണ്ടോ, അങ്ങനെ നമുക്ക് വെച്ച് മെഷീനിൽ തയ്ച്ചുകൊണ്ട് വരാം. കണ്ടോ, ആ തയ്ക്കുമ്പോൾ ചുളുക്കം ഉണ്ടാകും. അതൊന്നും നമുക്ക് വിഷയമില്ല, അതൊന്നും ആരും കാണുന്ന ഭാഗമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. അതിലോട്ടൊന്ന് ബാക്കി ഇങ്ങനെ ചേർന്നിരിക്കണമെന്ന് മാത്രമേ. എന്നിട്ട് നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് നല്ല വശം എടുത്ത് വെച്ചു. നോക്കിയിരിക്കണം, ഞാനീ പറയുന്ന 2 സൈസിലുള്ള തയ്യൽ ഞാൻ കാണിക്കും, നോക്കിയിരുന്നോണം. നല്ല വശത്തേക്ക് നമ്മൾ ലൈനിങ് തുണി എടുത്ത് വെച്ചു. ഓർത്തോണേ, എങ്ങനെ ചുരിദാറിൻ്റെ നല്ല പീസിൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണി വെച്ചിട്ട് നമ്മൾ ഇതിനെല്ലാം ഒന്ന് പിൻ ചെയ്യുക. പിൻ ചെയ്യണേ, നിർബന്ധമായും പിൻ ചെയ്യണം, അത് മറക്കരുത്. 3-4 പിൻ വെച്ച് നമ്മളിതിനെ, കോട്ടൺ തുണിയല്ലേ എന്നോർത്തൊന്നും പിൻ ചെയ്യാതിരിക്കണ്ട, പിൻ ചെയ്തു. ഇനി ഇതിൻ്റെ ആ കഴുത്തിൻ്റെ നല്ല നടുഭാഗത്തേക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയേക്കണം. ആദ്യമേ തന്നെ
ക്യാൻവാസ് നെക്കിൽ ഒട്ടിച്ചതിൻ്റെ രണ്ട് മുകൾ വശത്തും താഴ്വശത്തും നമുക്ക് ഓരോ അടയാളം കൊടുക്കാം. എന്നിട്ട് ആ നെക്കിൻ്റെ മുകൾ വശത്തെ വെട്ടുപാടുണ്ടല്ലോ ഞാൻ കട്ട് ചെയ്തേക്കുന്നത്, അവിടും ഇതും തമ്മിൽ കണ്ടു രണ്ട് കറക്റ്റ് ചേർത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് പിൻ കുത്താം. 2-3 പിൻ കുത്തിക്കോ, ക്യാൻവാസെ കൂടെ കയറ്റി പിൻ കുത്തിക്കോ, എങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഇപ്പം ഞാൻ കുത്തിയേക്കുന്നില്ല, അതാണ് ഏറ്റവും ഷാർപ്പ്. കുത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. എന്നെ ചെയ്യാൻ ഈ പ്രാവശ്യം കിട്ടിയ ഈ ബോൾ പിന്നില്ലേ സ്വല്പം പോലും ഷാർപ്പല്ല. അയ്യോ, എൻ്റെ നല്ല ചുരിദാറോടെ പോവും കണ്ടോ. എന്നാ ചെയ്യാൻ. അപ്പം ഇങ്ങനെ നമ്മൾ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാണിക്കുന്ന അരികിലൂടെ തയ്ക്കണം. ക്യാൻവാസിൻ്റെ സൈഡിലൂടെ തയ്ക്കണം. ഒരു കാരണവശാലും ക്യാൻവാസിൽ കയറി അല്ല. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നടുക്ക് പിൻകുത്തിയില്ലേ, അതിലേ കൂടെ ഞാൻ മുകളിൽ നിന്ന് നെക്കിൻ്റെ അവിടം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കും. വലിയ കാണിക്കോ അടിച്ചാൽ എളുപ്പമുണ്ട് ഊരിക്കളയാൻ. ഞാനിപ്പോൾ ആ കാണിക്ക് തന്നെയാണ് അടിച്ചേക്കുന്നത്. ഊരണ്ടല്ലോ, അവിടെ വെട്ടിക്കളയേണ്ടതല്ലേ. എന്നിട്ട് നമ്മൾ ഞാനീ പറഞ്ഞ സൈഡിലൂടെ, കറക്റ്റ് സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാൻ പോകും. മുകൾ വശം തൊട്ട് ആ ബ്രിഡ്ജ് തൊട്ട് വേണം തയ്ക്കാനേ. ബ്രിഡ്ജ് വിട്ടേച്ചല്ല, അരികിലൂടെ. ഒട്ടും സ്പീഡ് വേണ്ട, സാവകാശം ആ ക്യാൻവാസിൻ്റെ ഷേപ്പിൽ, ആ കഴുത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ വേണം തയ്ക്കാനായിട്ട്. അരികിലൂടെ അഥവാ ഒരു ചുളുക്കം വരികയാണെങ്കിൽ പ്രഷർ ഫൂട്ടൊന്ന് പൊക്കി അത് നേരെയാക്കിയിട്ട് അങ്ങ് തയ്ച്ച് പോരണം. അങ്ങനെ നമ്മൾ തയ്ച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ഇതാ നമ്മൾ അടിച്ചേക്കുന്നത്. നടുവശത്ത് ഞാൻ തയ്ച്ചേക്കുന്നത് കണ്ടോ. നമുക്ക് 1/2 ഇഞ്ച് വിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. 1/2 വേണമെന്നില്ല, 1/4 അരയ്ക്കും ഇടയ്ക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, അവനവൻ തയ്യൽ തുമ്പിടുന്ന പോലെ കട്ട് ചെയ്ത് നമ്മളിതങ്ങ് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ കത്രിക എടുത്ത് ഈ തയ്ച്ച കഴുത്തിന് ചുറ്റിനും ചെറിയ കട്ടിട്ട് കൊടുക്കണം. കട്ട് ഒരു കാരണവശാലും തയ്യലിൽ മുട്ടാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി സാധാരണ ചെയ്യുന്ന പോലെ കഴുത്ത് നമ്മൾ മറിച്ചിടുന്ന പോലെ നമുക്ക് മറിച്ചിടാം. ഓർമ്മയുണ്ടല്ലോ, നല്ല തുണിയുടെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ചെയ്തത്. ഇപ്പം നോക്കിക്കേ, എവിടെ വരും നമ്മുടെ ക്യാൻവാസ്? നല്ല തുണിയുടെയും ലൈനിങ് തുണിയുടെയും നടുക്ക് വരും ക്യാൻവാസ്. കണ്ടോ? അപ്പം നമ്മൾ സാധാരണ പിടിപ്പിക്കുന്നവരല്ല ഇത് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നല്ല ക്യാൻവാസും ലൈനിങ് തുണിയുടെ ഒരു ദിശയിലേക്ക് ഒരേ വശത്തേക്ക് വെച്ച് തയ്യൽ തുമ്പും അങ്ങോട്ട് നീക്കി വെച്ച് അരികിലൂടെ നമുക്ക് പതിച്ചടിക്കണം. ശ്രദ്ധിച്ച് പതിച്ചടിക്കണം നല്ലതായിട്ടേ. ഒരു കാര്യം പറയട്ടെ, പണ്ട് ഇങ്ങനെ ക്യാൻവാസ് വെക്കണം എനിക്ക് വലിയ കൊതിയായിരുന്നേ. എനിക്കറിയത്തില്ല, ഞാൻ 1-2 പേരോടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് അവർ ക്യാൻവാസ് വെട്ടി ക്യാൻവാസിൻ്റെ അരികിലൂടെ തയ്ക്കണം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനിതുപോലെ ക്യാൻവാസും മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്യാൻവാസിൻ്റെ അരികിലൂടെയൊക്കെ തയ്ച്ചത് ഇപ്പോഴും ഇരിപ്പുണ്ട് ആ ചുരിദാർ. 18 വർഷമായ ചുരിദാർ. അന്ന് 960 രൂപ കൊടുത്ത് മേടിച്ചൊരു ചുരിദാറായിരുന്നു. കഴുത്ത് പുറമേ കാണാൻ വൃത്തികേടില്ല, പക്ഷേ അകം കണ്ടാൽ ചിരിച്ച് മണ്ണുന്നപ്പം. പോട്ടെ. അപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞു കണ്ടല്ലോ. ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ എവിടെയാണ് നമ്മുടെ ക്യാൻവാസ് നിൽക്കുന്നത്? രണ്ടിൻ്റെ ഇടയ്ക്കല്ലേ. ആ ക്യാൻവാസിനെ നമ്മൾ തയ്ച്ചു പിടിപ്പിക്കണ്ടേ? നമുക്ക് തയ്ച്ചു പിടിപ്പിച്ചാലല്ല നമുക്ക് ക്യാൻവാസ് ഇടയ്ക്ക് ഇരുന്ന് ചുളുങ്ങാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ക്യാൻവാസിനെ ലൈനിങ് തുണിയിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ തയ്ക്കുക. ഇത് തയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണേ, നല്ലപോലെ നിവർത്തിയിട്ട് ചുളുക്കമില്ലാതെ തയ്ക്കണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് തയ്ച്ചില്ലേലും കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ ക്യാൻവാസ് ഇത് എവിടെയായിട്ടായിരിക്കുന്നത്? 2 തുണിയുടെ ഇടയ്ക്കാണ്, നമുക്ക് കാണത്തില്ല. പക്ഷേ വാഷ് ചെയ്യുമ്പോഴൊക്കെ ചുളുങ്ങിയോ വന്നാൽ അതാണ് എന്നും അങ്ങനെ നിൽക്കും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നോക്കിക്കേ, തയ്ച്ചെടുത്ത് എന്ത് രസമായിട്ടാണ് നോക്കിക്കേ. ഇതാ ബാക്ക് സൈഡ്. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. എന്നാന്ന് പറയട്ടെ, ഈ ഫ്രണ്ടിൽ വെക്കുന്ന ചുരിദാർ തുണി ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഈ പരിപാടി പറ്റത്തില്ല. അതിന് നമുക്ക് വേറെ രീതിയുണ്ട്. അത് ഞാൻ ഇപ്പം തൊട്ട് പുറകെ കാണിച്ചു തരാം ബാക്കിനൊക്കെ തയ്ക്കുമ്പം. ഇത് പക്ഷേ ഏതിനേ പറ്റത്തുള്ളൂ? കട്ടിയുള്ള തുണിക്ക്, അതായത് അകത്തുള്ള വസ്തുക്കളൊന്നും കാണത്തില്ല എന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ തയ്ക്കാവൂ. എങ്ങനെയുണ്ട് കഴുത്ത്? ഇഷ്ടപ്പെട്ടോ? തയ്ക്കാൻ ചുരിദാറോ അരി ബ്ലൗസോ നൈറ്റിയോ ഒക്കെ ഏറ്റവും സൂപ്പറായിട്ട് കഴുത്ത് തയ്ക്കാനുള്ള ഏക മാർഗ്ഗം ഏതാണ്? ഈ ക്യാൻവാസിനൊക്കെ നോക്കിക്കേ. വിട്ട് കറക്റ്റ് 6.5 എന്ന് പറഞ്ഞാൽ 3.25 എടുത്തത്, കറക്റ്റ് 6.5 വന്നു. ഇനി അടുത്തത് ഞാൻ ബാക്ക് പാർട്ട് കാണിക്കാൻ നിങ്ങളെ വേറൊരു രീതിയിൽ. ഇത് സാധാരണ രീതിയാണ്. നിങ്ങൾ അവിടെ ഇച്ചിരിച്ചേ നോക്കിയിട്ട് ഇട്ടേച്ച് ഓടിപ്പോകരുത്. തുടക്കക്കാർ പെർഫെക്റ്റായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടോണം.
അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നറിയാവോ, ആ കറക്റ്റ് 6.5 നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ മാറിപ്പോവും. ഇത് ഞാൻ മുമ്പത്തെ പോലെ അയൺ ബോക്സ് വെച്ച് തേക്കുന്നില്ല, പകരം ഒരു കള്ളപ്പണി കാണിക്കുക. എന്നാ ചെയ്യുന്നേ, ആ ക്യാൻവാസെ കൂടെ അടിച്ചു വിടുക. ഇതല്ല ശരിയായ മാർഗം. നിങ്ങൾ ശരിക്കും ഇത് അവലംബിക്കരുത് കേട്ടോ. ഞാൻ ഇന്നങ്ങ് ആദ്യമായിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ എന്നും തേച്ചെടുത്തേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ഞാനിങ്ങനെ അങ്ങ് ചെയ്യുക, ഇച്ചിരി എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ക്യാൻവാസിന് പുറത്തുള്ള തുണി ഒരു 1/2 ഇഞ്ച് ഇട്ടേച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് അടിച്ച് പിടിപ്പിക്കാം ക്യാൻവാസിലേക്ക്. ഉണ്ടോ ചുളുക്ക ഇങ്ങനെ ചുളുങ്ങി വരും. അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല, ചുളുക്കം ഒന്നും നമുക്ക് വിഷയമല്ല. നമ്മളതങ്ങ് അതിലോട്ട് ചേർത്ത് പിടിപ്പിച്ചാൽ മതി. ഇങ്ങനെ നീക്കി കൊടുത്തങ്ങ് തയ്ച്ചാൽ മതി. എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാവോ, ക്യാൻവാസിൻ്റെ ഈ നെക്ക് പിടിപ്പിച്ചതിൻ്റെ മിഡ് പോയിൻ്റ് മധ്യഭാഗം ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കുക എന്നാ ഞാൻ ചെയ്യുന്നതെന്ന്. ഇത് ചുരിദാറിൻ്റെ നല്ല വശം, നല്ല വശത്തിൻ്റെ അടിയിലാണ് ഞാൻ ലൈനിങ് കൊടുത്തേക്കുന്നത്. മാറിപ്പോകരുത്, ലൈനിങ് അതിൻ്റെ മുകളിൽ ചുരിദാറിൻ്റെ നല്ല വശം. ഇപ്പം പിടി കിട്ടിയോ? മുമ്പ് ചെയ്ത് നേരെ തിരിച്ചായിരുന്നു. ഇപ്പോഴെങ്ങനെ നല്ല വശത്തോട്ടാണ് ഞാൻ ക്യാൻവാസ് വെക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് 95% സാധാരണക്കാർ തയ്ക്കുന്നത്. ഞാൻ അവൻ്റെ ഫ്രണ്ടിൽ കട്ടിട്ടിട്ടുണ്ട്, രണ്ടിൻ്റെയും മിഡ് പോയിൻ്റ് കാണാനായിട്ട്. അത് രണ്ടും നമുക്ക് ചേർത്ത് വെക്കാം. ഇതിലിട്ടില്ലായിരുന്നേ, അതുകൂടെ നോക്കട്ടെ. ഇതെങ്ങനെ പിടിച്ചിട്ടെന്ന് കണ്ടല്ലോ. ക്യാൻവാസിൻ്റെ കഴുത്തിൻ്റെ ഭാഗം രണ്ടും ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ നടുഭാഗം കാണാൻ. എന്നിട്ട് നമ്മളതിനെല്ലാം ഒരുപോലെ ചേർത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് പിൻകുത്തണം. മുമ്പ് നമ്മൾ നടുക്കൂടെ തയ്ച്ചു അല്ലേ, മുമ്പ് ഞാൻ സെൻറ്ററിൽ കൂടെ തയ്ച്ചത് കണ്ടായിരുന്നോ. നമുക്ക് പിൻകുത്തി വെക്കാം ആദ്യം. ഇനി എന്നിട്ട് നമുക്ക് മുമ്പ് ചെയ്തതുപോലെ ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് തയ്ക്കാം. തയ്ച്ച് ചുളുക്കമില്ലാതെ പിടിച്ച് തയ്ക്കാം. അഥവാ ഇങ്ങനെ ചുളുങ്ങുന്നത് കണ്ടാൽ പ്രഷർ ഫൂട്ടൊന്ന് ഉയർത്തിയിട്ട് നേരെ വെച്ചാൽ മതിയേ, അപ്പോൾ അത് ശരിയായിക്കോളും. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. മുമ്പത്തെ പോലെ 1/2 ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്യാം. പിന്നൊക്കെ ഊരിയെടുക്കാം. അയ്യടാ, 1/2 ഇഞ്ച് ക്യാൻവാസ് മുമ്പോട്ട് കിടക്കുക. എങ്ങനെയുണ്ട്, മനസ്സിലായോ? ഇത് വെച്ച് വേണേ വെട്ടി പണി തീർക്കാം. പക്ഷേ കഴുത്തെങ്ങനെ ഇരിക്കും, മേക്കോന്നിരിക്കും അല്ലേ. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, അവനവനും ചെയ്യരുത്, മറ്റൊരാൾക്കും ചെയ്തു കൊടുക്കരുത് കേട്ടല്ലോ. നമുക്കിത് അഴിച്ച് കളയാം. അഴിച്ച് കളഞ്ഞില്ലെങ്കിൽ കഴുത്ത് ശരിയായിട്ടിരിക്കത്തില്ല. ചിലരുടെ ചുരിദാർ കണ്ടല്ലേ, ഒരു വശം നല്ല രസമായിരിക്കും, ഒരു വശം ഏതാണ്ട് പോലിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് പറയാമോ? ഞാൻ പകുതി അഴിച്ചേ. സംഭവിച്ചത് നമ്മൾ ക്യാൻവാസിൽ പിൻകുത്തിയില്ല. അല്ലെങ്കിൽ വേറൊരു നല്ല മാർഗം, നടുക്കൂടെ ഒന്ന് മുമ്പ് ഞാൻ ചെയ്തില്ലേ അടിക്കണമായിരുന്നു. ഇത് നിങ്ങൾക്ക് പാഠമായിരിക്കണം, മറക്കരുത് കേട്ടോ. ഇങ്ങനെങ്ങനെ സംഭവിച്ചാൽ ഇതുപോലെ അഴിച്ചു കളഞ്ഞ് വൃത്തിയായിട്ട് തയ്ച്ചെടുത്തോണേ. അപ്പോൾ കറക്റ്റ് കിട്ടിയേ കണ്ടോ. എന്നിട്ട് അകത്തോട്ട് മറിക്കാം. ഇതാണ് നമ്മൾ എന്നും സാധാരണ ചെയ്യുന്ന രീതി. കണ്ടോ, നല്ലതായിട്ട് വന്നില്ലേ. ഇനി നമുക്ക് അതിന് മടക്കുന്നതിന് മുമ്പ് ക്യാൻവാസിലോട്ട് പതിച്ചടിക്കാം. ഈ അടിപ്പ് നമ്മുടെ നല്ല തുണിയിൽ വരരുത് കേട്ടോ. അപ്പോൾ ഇപ്പം പിടി കിട്ടിയോ? 2 തരത്തിൽ നമുക്ക് ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാം. രണ്ടിനും രണ്ട് തരം ഗുണങ്ങളുണ്ട്. ആദ്യം ചെയ്ത പോലെയാണെങ്കിൽ എൻ്റെ കഴുത്തിൻ്റെ പുറകുവശം കാണാൻ നല്ല രസമാണ്. അടിഭാഗം കാണാൻ നല്ല റെഡിമെയ്ഡ് പോലെ നല്ല വൃത്തിയായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് രസമായിട്ടാണ് വരുന്നത് അല്ലേ. ഇത്രയും നല്ല കഴുത്ത് ക്യാൻവാസ് വെച്ചല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് കിട്ടുമോ? നല്ല സൂപ്പർ അല്ലേ. ഇനിയൊരു പണിയുണ്ട്. അപ്പോൾ ഈ ക്യാൻവാസ് നമ്മുടെ തയ്ച്ച് പിടിപ്പിക്കണ്ടേ നമുക്ക് തയ്ക്കാതെ ഒരു എളുപ്പമാർഗ്ഗം കണ്ടോണേ. ക്യാൻവാസ് നല്ല നിവർത്തി, അതായത് ലൈനിങ്ങിലേക്ക് നല്ല പോലെ തുറന്നങ്ങ് വെക്കണം. ഒരു തിരക്കും വെക്കരുത്. ഈ വളമുള്ള ഭാഗമൊക്കെ കറക്റ്റായിട്ട് നല്ലവണ്ണം നിവർത്തി നമ്മുടെ ലൈനിങ് തുണിയിലേക്ക് വെച്ചങ്ങ് അടിച്ചു. അപ്പോൾ ഹെമ്മിങ് എന്ന് പറയുന്ന പണി കൈത്തയ്യൽ നമുക്ക് ഒഴിവായി കിട്ടി. 2 ഇടത്തും കൈത്തയ്യൽ ഒഴിവാക്കി കിട്ടി. ആദ്യത്തേതിനും ഒഴിവായി കിട്ടി, ഇവിടെയും കിട്ടി. ഇത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ കാണാൻ ഭംഗി മറ്റേതല്ലായിരുന്നോ.
ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ തേച്ചെടുക്കാം, തേക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇപ്പം അടിയിൽ അങ്ങനെ ആ തയ്യൽ വന്നതുകൊണ്ടാണ് ചെറിയൊരു ചുളുക്കം പോലെ, അതങ്ങ് മാറിക്കോളും. ഉണ്ടോ, മാറിയില്ലേ? നല്ലതായിട്ട് വന്നില്ലേ? എങ്ങനെയാണെന്ന് നോക്കിയേ, ഇരിക്കുന്ന കണ്ടോ തയ്ച്ചേക്കുന്നേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ പതിച്ചടിക്കാൻ പോവാം. നമ്മൾ ഷോൾഡർ കൂട്ടി ചേർക്കാൻ പോവാം. എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നേ? ഷോൾഡർ ഒളിപ്പിച്ച് അല്ലേ, നല്ല റെഡിമെയ്ഡ് ചുരിദാർ പോലെ ഇങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് ഷോൾഡർ കുട്ടപ്പനാക്കി അടിച്ചെടുക്കണം കേട്ടോ. ആദ്യമേ ഷോൾഡറെല്ലാം ഒന്ന് അറ്റത്ത് നിൽക്കുന്ന അരികെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് രണ്ടും നല്ലപോലെ ചേർത്ത് വെച്ചു. കണ്ടല്ലോ, രണ്ടിൻ്റെ അരികെ കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് കൈകൊണ്ട് മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെ, ഇടത്തെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ ആ പുറകിലിരിക്കുന്ന ലൈനിങ്ങിനെ മുമ്പോട്ട് വെച്ചപ്പോഴും നമ്മുടെ കൈ അവിടുന്ന് വിടരുത്. കണ്ടോ, ഞാൻ അന്നേരം അടുത്ത കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞു. പസർ ഫൂട്ട് അങ്ങോട്ട് വെച്ച് നമുക്കൊരു 3-4 സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി പീസുകളെ നല്ല അടുക്കി വൃത്തിയായിട്ട് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. നിങ്ങളെ ഞാൻ സാവകാശം കാണിക്കുക, എല്ലാം കണ്ടു പഠിച്ചോണം കേട്ടോ. കണ്ടു പഠിച്ചാൽ പോരാ, കണ്ടു പഠിച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണം, ഷെയർ ചെയ്യാനൊക്കെ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. എങ്ങനെയുണ്ട് കഴുത്ത്, കൈ? നല്ല വശത്തേക്കാൾ നല്ലതായിട്ടാണ് പുറകുവശം ഇരിക്കുന്നത് അല്ലേ? ഞാൻ അടുത്ത് കാണിക്കാം, നോക്കിക്കേ. ഇഷ്ടമായോ? നല്ല വൃത്തിയായില്ലേ? ഒരു തയ്യൽ തുമ്പോ ഒരു നൂലും ഒന്നുമില്ലാതെ. അടുത്ത പീസോടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. മുമ്പത്തെ പോലെ തന്നെ നല്ല വശവും ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ നെക്കിൻ്റെ 2 വശവും ഒരുപോലെ പിടിച്ചു. കണ്ടല്ലോ, പിടിച്ചിട്ട് താഴെയുള്ള ലൈനിങ് തുണിയെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരിക. എപ്പോഴും ബാക്ക് സൈഡിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ടിൽ നിന്ന് എടുത്താലും കുറ്റമില്ല, ബാക്ക് സൈഡിൽ നിന്ന് എടുക്കുന്നതാണ് കറക്റ്റ്. എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ കൈകൊണ്ട് മുറുക്കി പിടിച്ച് അവിടെ നിന്ന് തയ്ച്ചു അല്ലേ. 2-3 സ്റ്റിച്ച് ഒന്ന് കെട്ടിട്ടിട്ട് നമ്മൾ 4 തുണി. ഇത് ശരിയാണെന്നറിയാനായിട്ട് എപ്പോഴും എങ്ങനെ വരുമെന്നറിയോ? 2 ലൈനിങ് തുണി, അതിൻ്റെ മുകളിൽ നല്ല തുണി, അല്ലെങ്കിൽ 2 നല്ല തുണി, അതിൻ്റെ മുകളിൽ ലൈനിങ് തുണി, ആ ക്രമത്തിൽ വന്ന് നിൽക്കും. അപ്പം നമുക്കറിയാം അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ആ കട്ടിയുള്ള അരികൊന്ന് ഇച്ചിരി കട്ട് ചെയ്ത് കളയണേ. എന്നിട്ട് നമുക്ക് നിവർത്തി നോക്കാം. ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? നല്ലതായില്ലേ? തയ്ക്കണ്ടേ നിങ്ങൾക്കിങ്ങനെ? അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്ത് നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയും, കാരണം ഞാൻ ഇത്രയും സമയമെടുത്തത് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുമ്പം എനിക്ക് നിങ്ങൾ സഹായം ചെയ്യണ്ടേ? ഞാൻ എന്നാ ചെയ്തെന്ന് കണ്ടോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിലൂടെ പതിച്ചടിച്ച് നെക്കിൻ്റെ അരികിലൂടെ, നെക്ക് രണ്ടും പതിച്ചടിച്ചിട്ടില്ലെന്ന് ഓർക്കണം, നെക്കിൻ്റെ അരികിലൂടെ നല്ലപോലെ തൂത്ത് ഒട്ടും ഞുറിവ് വരാതെ അടിച്ചു കൊടുക്കണം. നല്ല സൈഡിലൂടെ ഒരുപോലെ, ഒട്ടും തിരക്ക് വെക്കണ്ട, പതുക്കെ തയ്ച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഫുള്ള് നെക്കിലൂടെ തയ്ച്ചെടുക്കണം. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, വ്യൂസ് ഉണ്ട്, പക്ഷേ ആരും ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കും. വ്യൂസ് ഉണ്ടോ? ഞാൻ അധികം അങ്ങ് പോകുന്നില്ല. നമ്മൾ ഇത്രയും ശരിക്കും ഇങ്ങനെ ഇപ്പുറത്തോട്ട് തയ്ക്കേണ്ടതാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും അധികം പേര് കാണുന്നില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം. മറ്റു കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം, വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കണം കേട്ടോ. കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ പറയണേ, മറക്കല്ലേ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പാക്കുക. അതുകൊണ്ടാണ് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ഇത്രയും സമയമെടുത്ത് ചെയ്തത്. കഴിഞ്ഞു. എങ്ങനെയുണ്ട് കഴുത്ത് നോക്കിയേ? ഇഷ്ടമായോ നോക്കിക്കേ? വൃത്തിയായില്ലേ? നല്ല വൃത്തിയായി. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ചെയ്യണം. വേണ്ട, തേച്ചില്ല കേട്ടോ. തേച്ചാൽ കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ടിരുന്നേന്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സൂപ്പറായില്ലേ? ഇത്രയും നല്ല കഴുത്ത് ഇവിടെ കിട്ടും. നമ്മൾ നല്ല അടിപൊളിയായിട്ടില്ലേ തയ്ക്കുന്നത്? എൻ്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ്? ഒത്തിരി പേര് തുടക്കത്തിൽ തയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആകണമെന്നില്ല. നമ്മൾ തയ്ച്ച് റെഡിയാകണം കേട്ടോ. കണ്ടോ, ഇത്രയും അരികിലൂടെ ഇങ്ങനെ നമുക്ക് തയ്ക്കണം. ഇഷ്ടപ്പെട്ടോ?
കമൻ്റൊക്കെ പറയണേ. ഉടനെ അടുത്ത എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ കാര്യം പറയും, അല്ലാതെ ഇത് എങ്ങനെ ഉണ്ടെന്ന് ആരും പറയുകയില്ല. പറയും, കുറച്ച് പേര് പറയും, കുറച്ച് പേർക്ക് അവർക്ക് വേണ്ടത് മാത്രം അവർ വിളിച്ച് പറയും. നമുക്കേ ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കോണേ. ഇതാണ് ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസ് അങ്ങനെ തയ്ച്ചേക്കുന്ന കാണുന്നത്. പക്ഷേ ബാക്ക് നെക്കിൻ്റെ ക്യാൻവാസ് നോക്കി, ഇതല്ലേ കാണാൻ നല്ലത്, നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.